ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് വേണ്ട ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ത് ചെയ്തു ചാറ്റ് ജി പി ടി നമുക്ക് തയ്യാറാക്കി തന്നു. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. അതായത് മെറ്റാ ആഡ്സ് പഠിച്ചാൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. പിന്നെ സബ് ഹെഡിങ് ഇവിടെ കൊടുത്തു, ബിസിനസ് ഓണേഴ്സ്, അതേപോലെ തന്നെ ജോയിൻ അപ്സ്കോറ ടുഡേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിശ്ചിത ഫോണ്ടാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. നമസ്കാരം, ഞാൻ മുബാറക് സിജെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു പോസ്റ്റർ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ക്യാൻവ ഉപയോഗിച്ചിട്ട് എങ്ങനെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പോസ്റ്റർ ഡിസൈനിങ് എന്ന് പറയുന്ന കാര്യം വളരെ സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട് ക്യാൻവ ഉപയോഗിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ. എന്നാൽ ഇന്ന് ചാറ്റ് ജി പി ടി, ജെമിനി പോലുള്ള AI പ്ലാറ്റ്ഫോമുകൾ വന്നതോടുകൂടി ഈ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് വേണ്ട, ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റേഴ്സ് നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കളർ കോഡിനനുസരിച്ച് നിങ്ങൾക്കൊരു നിശ്ചിത സ്റ്റൈൽ, ഒരേ സ്റ്റൈലിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൽ ക്യാൻവ പോലുള്ള ഒരു കാര്യങ്ങളും തന്നെ ഉപയോഗിക്കില്ല, ജസ്റ്റ് ചാറ്റ് ജി പി ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു അടിപൊളി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. പിന്നെ വേറൊരു കാര്യം പല ആളുകളും ചിന്തിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത്, ചാറ്റ് ജി പി ടി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ചാറ്റ് ജി പി ടിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ സംസാരിച്ച് ചാറ്റ് ജി പി ടിയോട് ഇംഗ്ലീഷിൽ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി തരും. പിന്നെ നിങ്ങൾക്ക് എന്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിലും മലയാളത്തിൽ സംസാരിച്ചാൽ മതി. അതായത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു AI പ്ലാറ്റ്ഫോമാണ്. നിങ്ങളൊരു വ്യക്തിയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ വേണം ചാറ്റ് ജി പി ടിയോട് സംസാരിക്കാൻ. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളോട് ഒരു ടോപ്പിക്ക് സംസാരിക്കുകയാണ്. ആ ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്ത് എന്താണ് വിഷയം എന്ന് പറയാതെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, ഞാൻ ആരാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് റീപ്ലൈ കിട്ടുക, അതേപോലെ ആയിരിക്കും ചാറ്റ് ജി പി ടിയും റീപ്ലൈ തരിക. അപ്പോൾ അതിനാണ് പല ആളുകളും പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞുള്ള കാര്യങ്ങൾ ചാറ്റ് ജി പി ടിയോട് പറയണം എന്നുള്ളതൊക്കെ. അപ്പം നിങ്ങളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചാറ്റ് ജി പി ടിയോട് പറയണം, നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആദ്യം ചാറ്റ് ജി പി ടി ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാറ്റ് ജി പി ടി നിങ്ങൾ ഇതുവരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ചാറ്റ് ജി പി ടി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോഗിൻ ചെയ്താൽ മതി. ലോഗിൻ വിത്ത് മെയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പല ആളുകളും ചാറ്റ് ജി പി ടിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം കവർ ചെയ്യാത്തത്. അപ്പോൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ന്യൂ ചാറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ന്യൂ ചാറ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ ചാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു വോയിസ് ആയിട്ട് ചാറ്റ് ജി പി ടിയോട് പറയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചാറ്റ് ജി പി ടിയോട് വോയിസ് ആയിട്ട് പറയാണ്. പല ആളുകളും ടൈപ്പ് ചെയ്ത് ചെയ്യാറുണ്ട്, അങ്ങനെ ആവശ്യമില്ല, നിങ്ങൾക്ക് വോയിസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പോസ്റ്റേഴ്സിൻ്റെ ഒരു ഐഡിയാസ് കാര്യങ്ങളൊന്നും ഇല്ല, അതായത് പോസ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് കൊടുക്കണം എന്നുള്ള ഐഡിയാസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യ ചാറ്റിൽ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്ററിൻ്റെ ഐഡിയാസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറ്റി പറയുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ്, അല്ലെങ്കിൽ എന്ത് ഹെഡിങ്ങിലൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോയിസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വോയിസ് ആയിട്ട് പറഞ്ഞിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം കുറച്ച് ടോപ്പിക്കുകൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം മെറ്റാ ആഡ്സിൻ്റെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു 10 പോസ്റ്റർ ഐഡിയാസ്, എനിക്ക് പോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ തയ്യാറാക്കി തരാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് പറയാൻ പോകുന്നുണ്ടോ. നിങ്ങൾ നല്ല ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റും അതേപോലെ തന്നെ കണ്ടന്റ് റൈറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് എനിക്ക് മെറ്റാ ആഡ്സ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യാനുള്ള, അതായത് എൻ്റെ മെറ്റാ ആഡ്സ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യാനുള്ള 10 പോസ്റ്റർ കണ്ടന്റുകൾ എനിക്കിന്ന് തയ്യാറാക്കി തരണം. ഞാൻ ഇതിന് കൃത്യവും ഫലപ്രദവുമായ ഒരു രീതി സ്വീകരിക്കും. ആദ്യം ഓരോ പോസ്റ്ററിനും അപ്പോൾ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ചാറ്റ് ജി പി ടി നമ്മളോട് റീപ്ലൈ പറയും എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചാറ്റ് ജി പി ടി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതോടൊപ്പം തന്നെ എഴുതിയിട്ട് പോകുന്ന രീതിയിലാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിൽ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് വോയിസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വോയിസ് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് പറയാണ്, എനിക്ക് 10 മെറ്റാ ആഡ്സ് പോസ്റ്റർ ഐഡിയാസ് വേണം വിത്ത് കണ്ടന്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. വിത്ത് കണ്ടന്റ്, അതായത് ഞാൻ മലയാളം ഇംഗ്ലീഷും കൂടെ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതായത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് റീപ്ലൈ കിട്ടും, എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് മൂപ്പർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. മലയാളത്തിൽ വേണം എന്ന് പറഞ്ഞാൽ മതി, മലയാളത്തിൽ
വേണം എന്നുള്ളത് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാം. ഇപ്പം ഇവിടെ മുകളിൽ അപ്സ്കോർ മെറ്റാൽസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഈ മുമ്പുള്ള ചാറ്റിൽ എൻ്റെ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊണ്ടാണ് അത് വെച്ചിട്ട് തന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ബിസിനസ്സിനെ പറ്റി ഏകദേശം ഐഡിയ ഓൾറെഡി ഇവർക്കുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതായത് ഞാനിപ്പോൾ മെറ്റാൽസിൻ്റെ കോഴ്സ് സെല് ചെയ്യുന്നുണ്ട്, ഇന്ന ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഇത്രയാണ് കോഴ്സ് പ്രൈസ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പം അവരതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് തരും. ഇപ്പം എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും 10 പോസ്റ്ററിൻ്റെ ടോപ്പിക് ഐഡിയാസ് തന്നിട്ടുണ്ട്. മെറ്റാഡ്സ് പഠിക്കാതെ ബിസിനസ് വളരുമോ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 500 കൊണ്ടും അതായത് ബിഗിനർ ഫ്രണ്ട്ലി കോഴ്സ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സിലൂടെ തന്നിട്ടുണ്ട്. ബിസിനസ് ഓണേഴ്സ് കോഴ്സ് പറഞ്ഞിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് കൂടുതൽ കസ്റ്റമേഴ്സ് വേണം. അതായത് ഫസ്റ്റിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഹെഡിങ്, പിന്നെ സബ് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് തയ്യാറാക്കുന്നത് ക്ലിയർ ആയില്ല. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയുവാണെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് വേണമെന്ന് പറയണം. ബെറ്റർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ പറയാം. അതായത് ഇപ്പം ഇതിൽ പറയുന്നത് തെറ്റിയെന്ന് വെച്ചിട്ട് ആരും നിങ്ങളെ തല്ലാനൊന്നും വരില്ല. കാരണം എന്താണ്, ഇത് ചെയ്യണം. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്റ്റാഫിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുക അതേപോലെ സംസാരിക്കുക. വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് അതേപോലെ തന്നെ സംസാരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്റ്റാഫിനോട് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നത് അതേപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റിൽ നമ്മൾ ആ കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റായാലാണ് ആ ചാറ്റിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള കണ്ടന്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു വിചാരിക്കും. ഈ ഒരു ചാറ്റിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. നാളെ വന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും കുറച്ച് പോസ്റ്ററിൻ്റെ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഈ ഒരു ചാറ്റ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ചാറ്റിൻ്റെ റീസെൻറ്റ് ചാറ്റിൽ മറ്റേ ആഡ് പോസ്റ്റർ ഐഡിയ എന്നുള്ളത്. ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിന് റീനെയിം കൊടുക്കണമെങ്കിൽ റീനെയിം ചെയ്യുക. എന്നിട്ട് റീനെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴെ വന്നിട്ട് പിന്നെ അടുത്ത് പറയാം, ഞാൻ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ആഡ്സിൻ്റെ കോഴ്സ് ഉണ്ട്, അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 10 പോസ്റ്റർ ഐഡിയാസ് വേണമെന്ന് പറഞ്ഞാൽ മൂപ്പര് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കുക. ഇനിയിപ്പോൾ അതല്ല, ആ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ അവരെ കൊണ്ട് ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്, അത്യാവശ്യം നല്ല ക്യാച്ച് ആയിട്ടുള്ള വേണം, കുറച്ചും കൂടെ ഹുക്ക് ടൈപ്പ് ആയിട്ടുള്ള പോസ്റ്റർ കണ്ടന്റുകളൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവ അതിനനുസരിച്ച് അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പരിപാടി തന്നെ. ഇപ്പോൾ നമ്മളൊരു സ്റ്റാഫ് കൂടെ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുക അതേപോലെ നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോസ്റ്ററിലേക്ക് വേണ്ട കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇനി നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വേറൊരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് ന്യൂ ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതായത് ആ ഒരു ചാറ്റ് നമുക്ക് പോസ്റ്റർ കോപ്പി ചെയ്യാനും ഇനി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ആ ചാറ്റ് കീപ്പ് ചെയ്യണം. ഇനി നമുക്ക് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടി ഒരു ചാറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിലും വോയിസ് ആയിട്ട് ഇവിടെ പറയാം, നിങ്ങൾ നല്ലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈനറായിട്ട് ആക്ട് ചെയ്യണം. എനിക്ക് എൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നല്ലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോയും അതേപോലെ തന്നെ കോൺടാക്ട് ഇൻഫർമേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പോസ്റ്ററിലേക്ക് വേണ്ട കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു പ്രീമിയം സ്റ്റൈലിലുള്ള വളരെ സിമ്പിളായിട്ടും മോഡേൺ സ്റ്റൈലും ഫീൽ ചെയ്യുന്ന പോസ്റ്റേഴ്സ് എൻ്റെ ബ്രാൻഡിൻ്റെ കളറിന് അനുയോജ്യമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു തരണം. നിങ്ങളുടെ ബ്രാൻഡിന്റെ ലോഗോ. ഇപ്പൊ ഞാൻ ആ ഒരു കാര്യം ChatGPT-യോട് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ChatGPT ഇപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം അവരൊന്നുകൂടെ റിട്ടേൺ ആയിട്ട് പറയാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങളല്ലാണല്ലോ ചോദിച്ചത് എന്നുള്ളത്. അപ്പോൾ ഞാനിനി ഇവിടെ വന്നിട്ട് ഈ ചാറ്റ് ക്ലോസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ലോഗോ ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ലോഗോ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി ലോഗോ ആഡ് ചെയ്താണ്. അപ്പോൾ ആഡ് ചെയ്തു. ഇവിടെ ഞാനൊരു നമ്പർ കൊടുക്കണം. ഇവിടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കണം. കോൺടാക്റ്റ് ഇൻഫോ എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് 2 നമ്പർ ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തു. പിന്നെ ഇമെയിൽ ID അതുപോലെ തന്നെ test@info.com എന്നൊക്കെ ഒരു ടെക്സ്റ്റും കൊടുത്തു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെങ്കിൽ വെബ്സൈറ്റ് ഐഡിയും കൊടുക്കാം. ഓക്കെ, ഞാനത് ജസ്റ്റ് സാമ്പിളാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും കൊടുത്തു.
അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് തന്ന സോഷ്യൽ മീഡിയ പോസ്റ്ററിൻ്റെ ഒരു കണ്ടന്റ് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് ക്രിയേറ്റ് മീ സോഷ്യൽ മീഡിയ പോസ്റ്റർ. ഇത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കണ്ട, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോസ്റ്റർ സൈസ് എന്താണ് വേണ്ടതെന്നുള്ള ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ പോസ്റ്റർ സൈസും കൂടെ വേറെ മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ് 24/1024 എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിവിടെ സാമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ലോഗോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിസ്മാച്ച് ഉണ്ടായിരിക്കും. പക്ഷേ എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. കാരണം ഓൾറെഡി എൻ്റെ ഈ ബ്രാൻഡിൻ്റെ അപ്സ്കോറിൻ്റെ ലോഗോ ഓൾറെഡി ചാറ്റ്ജിപിൻ്റെ കയ്യിലുണ്ട്. അതിന് മാച്ച് ആയിട്ടാണോ വരുന്നത്, അതല്ല നമ്മൾ നേരത്തെ മുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലോഗോനെ മാച്ച് ചെയ്തിട്ടാണോ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം. പിന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ ഫ്രീ വെർഷനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് ഉണ്ടായിരിക്കും. ഒരു 3-4 ഇമേജുകൾ മാത്രമായിരിക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ അപ്ലോഡിങ്ങിനും ലിമിറ്റ് ഉണ്ടായിരിക്കും. പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ബേസ് പ്ലാനിലും നിങ്ങൾക്ക് ഈ അത്യാവശ്യം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡൗൺലോഡ് ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് വേണ്ട ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ത് ചെയ്തു, ചാറ്റ്ജിപിടി നമുക്ക് തയ്യാറാക്കി തന്നു. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. അതായത് മെറ്റാ ആഡ്സ് പഠിച്ചാൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള പോസ്റ്റേഴ്സ്, അതിനനുസരിച്ചുള്ള ഒരു ഇമേജസ് ഇവിടെ തയ്യാറാക്കി തന്നു. പിന്നെ സബ് ഹെഡിങ് ഇവിടെ കൊടുത്തു, ബിസിനസ് ഓണേഴ്സ്, അതേപോലെ തന്നെ ജോയിൻ അപ്സ്കോർ ടുഡേ. അത് നമ്മൾ ലോഗോ കറക്റ്റ് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ മിസ്മാച്ച് ഉണ്ടായതുകൊണ്ടാണ് വന്നു. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിശ്ചിത ഫോണ്ടാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫോണിൻ്റെ പേരും കൂടെ ആണെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇതിൽ നിങ്ങൾ ഉപയോഗിച്ച മലയാളം ഫോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. നോട്ട് ലൈക്ക് എന്ന് പറഞ്ഞാലും മതി. ഞാൻ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഇതിൽ ഇംഗ്ലീഷ് തന്നെ പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത വേണ്ട എന്നുള്ളതാണ് മിക്സാക്കി പറയുന്നത്. എന്ത് പറഞ്ഞാലും കാര്യം മനസ്സിലാവും. അതാണ് ഇതിനുള്ളൊരു ഗുണം. പിന്നെ ചാറ്റ്ജിപിടി ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും പോസ്റ്റേഴ്സിന് ഈ ജെമിനിൽ ചെയ്യുന്നതിനേക്കാളും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് സമയം എടുക്കും ഇമേജ് ജനറേറ്റ് ആവാൻ. അപ്പോൾ അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ ഇതിൽ നിങ്ങൾ ഉപയോഗിച്ച മലയാളം ഫോൺ എന്നുള്ളതൊക്കെ തന്നെ മിസ്റ്റേക്ക് ഉണ്ട്. മലയാളം ഫോൺ എന്നുള്ളത് ടൈപ്പ് ചെയ്തതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അത് അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ തീരെ അറിവില്ലാത്തവനാണെങ്കിലും അറിവുള്ളവനാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്താണോ പറയുന്നത് അത് കറക്റ്റായിട്ട് ചാറ്റ്ജിപിടിക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്ന് മൂപ്പർക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ആദ്യം നിങ്ങൾ കൊടുക്കണമെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു പോസ്റ്ററിൻ്റെ ഫോണ്ട് അവർ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. മുകളിൽ നമ്മൾ കൊടുത്തുള്ള പോസ്റ്ററിൻ്റെ ഫോണ്ടും ചെറിയതായി ചേഞ്ച് ഉണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ അതിൽ താഴെ തന്നെ ഒരു സജഷൻസും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താന്നുള്ളത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ക്യാൻവ ഇവിടെ അതിൽ ചാറ്റ്ജിപിടിയിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്ററിനെ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യാം. അതേപടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ ക്യാൻവ ഉപയോഗിക്കാനൊന്നും ബുദ്ധിമുട്ടാണ്, ചാറ്റ്ജിപിടി ഉപയോഗിച്ചിട്ട് തന്നെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ മറ്റേതെങ്കിലും കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇന്ന് ജോയിൻ ചെയ്യും സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ളതില്ല. ഈ ഒരു സാധനത്തിന് ഞാനിവിടെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ചാറ്റിൽ വന്നിട്ട് നെക്സ്റ്റ് പോസ്റ്റർ ടോപ്പിക് എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ആ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ മുപ്പര് അടുത്ത പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര പോസ്റ്ററും ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ആഴ്ചക്കുള്ള പോസ്റ്റർ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലോഗോയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ചാറ്റിൽ കൊടുക്കണം. അതായത് ലോഗോയും കാര്യങ്ങളും കൊടുക്കേണ്ടത് നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാറ്റിലാണ്. ഇപ്പം ഞാൻ 2 ചാറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് മെറ്റാ ആഡ്സ് പോസ്റ്റർ ഐഡിയാസും, ഒന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേഷൻ എന്ന് പറഞ്ഞ 2 ചാറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 ചാറ്റും നിങ്ങൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ടോപ്പിക്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളെപ്പോലുള്ള സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള കൂടുതൽ പ്രചോദനം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും നീശിലുള്ള ഒരു പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐഡിയാസ് ചാറ്റ്ജിപിടി ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെ പറ്റി സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഇന്ന് ജോയിൻ ചെയ്താൽ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സൈഡിലുള്ള
ഈ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഈ ചാറ്റിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. എനിക്ക് മാർജിൻ ഇത്ര ഒരു മിനിമം മാർജിനെങ്കിലും കീപ്പ് ചെയ്യണം, കുറച്ചും കൂടെ മാർജിൻ കൂടുതലായിട്ട് വേണം എന്നുള്ളത് വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജനറേറ്റ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്ററെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് വരിക. ഇപ്പോൾ പോസ്റ്റർ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ക്ലിയർ ഉള്ള നല്ല ക്ലാരിറ്റി ഉള്ള പോസ്റ്ററാണ് ChatGPT ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.